ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഗാർഡൻ സെറ്റ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. പിന്നെ അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അമ്മയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള ടൂൾസുമായിട്ട് എന്തോ നിൽപ്പുണ്ട്. ഒരു കോർണർ ഏരിയ ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്താണ് ആ ഒരു ആദ്യച്ചക്ക മരം ഇരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് കാലങ്ങളൊക്കെ ഞങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലെ ആയപ്പോൾ അമ്മ ഒരു കാലം തല്ലിപ്പൊട്ടിച്ചല്ല, തറയിലിട്ട് പൊട്ടിച്ച്. പിന്നെ അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെയൊന്നും ഞങ്ങൾ കാലം വേസ്റ്റ് ചെയ്യാറില്ല കേട്ടോ. കണ്ടിരിക്കുന്നു, ഇതാണ് ആ കാലം. പിന്നെ ഗായ്സ്, അമ്മ ഇതെങ്ങനെയാണ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അമ്മ ഇപ്പോൾ പറഞ്ഞു തരും കേട്ടോ. ഇത് നമ്മളുടെ ഒരു കോർണർ ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ മൂലഭാഗമാണ്. അത് നമ്മുടെ മിറ്റം കഴിഞ്ഞിട്ട് വരുന്ന പിന്നെ ഒരു മൂല സൈഡാണ്. അവിടെ ഒരു തിട്ട കണക്കുണ്ട് നമുക്ക് കേട്ടോ. ആ തിട്ടയുടെ മേളിലോട്ട് കുറച്ച് പോച്ചുണ്ട്, അതെല്ലാം ചെത്തി വരണം. അവിടെ ഞാൻ വിചാരിച്ച് കുറച്ച് പ്ലാന്റ് സെറ്റ് ചെയ്യാമെന്ന്. ഇങ്ങനെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന രീതിയിലേ നല്ല സെറ്റ് ചെയ്യാമെന്ന്. ഇത്രയും സ്പേസ് കാണിക്കുന്നുണ്ട്. ദൂരെ നോക്കാൻ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ സ്ഥലം. അപ്പം നല്ല വിശാലമായ മിറ്റമൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. അപ്പം ആ മൂലയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ചെടികളൊക്കെ ഒന്ന് ലെവൽ ചെയ്യണം. ഞാൻ വിചാരിച്ചു അവിടെ വിങ്ക പ്ലാന്റ്, റോസ് അങ്ങനെയൊക്കെ വെക്കാനാണ് ചെറിയൊരു പ്ലാൻ ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് ഒന്ന് രണ്ട് പടർന്നു പോകുന്ന കുറച്ച് 2-3 പ്ലാന്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. മണിമുല്ലയുണ്ട്, പിന്നെ ലെമൺ വൈനുണ്ട്. ഇപ്പോൾ ലെമൺ വൈനാണ് ഞാൻ അതിലേക്ക് കയറ്റി കൊടുത്തേക്കുന്നത് കേട്ടോ, മേളിലോട്ട് കയറാൻ വേണ്ടി. പിന്നെ ചെറിയൊരു ജലദോഷമുണ്ട്. പിന്നെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് ആണ് കേട്ടോ. എൻ്റെ ലവ് ബേഡിൻ്റെ കൂടിനകത്തിരുന്ന കുറച്ച് കലമാണ്, അതൊക്കെ പോയി. അപ്പോൾ അതിനെല്ലാം ഞാൻ പെയിൻ്റ് അടിച്ച് ഇത്രയാക്കി വെച്ചു. പിന്നെ ഇന്നലെ എൻ്റെ ഒരു കൈമോശം കാരണം എൻ്റെ കയ്യിൽ നിന്നൊരു ചട്ടി തറയോണ്ട് പൊട്ടി. ഞാൻ അതിനെയും വിട്ടില്ല, അതിനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. നമ്മുടെ ഒരു ഓർക്കിഡിനകത്ത് ഒരു മുട്ടൊക്കെ വന്നിട്ടുണ്ട്. മുട്ട് കാണുന്നില്ലല്ലോ, എവിടെ ആ മുട്ട്? ആണേ. ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊരു പിടുത്തം കിട്ടി കാണും. അപ്പോൾ ഞങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിന് കുറച്ച് ചെടിയൊക്കെ ഏതാണ്ട് ഇവിടെ നിൽപ്പുണ്ട്. ബാക്കി ചെടിയൊക്കെ ഞങ്ങൾ കുറേ മൂലകളാക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ടല്ലേ. പിന്നെ അതെല്ലാം പറക്കി എടുത്ത് അവിടെ കൊണ്ടുവയ്ക്കുകയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ലക്കി. ഒരാളും കൂടെ ഉണ്ട്, ബ്ലാക്കി. അയാൾ എവിടെ പോയി വിളിച്ചിരിക്കുമെന്ന് അറിയത്തില്ല. പിന്നെ ഇവനാണ് ഏറ്റവും വലിയ വില്ലൻ. ഞാൻ കാണിച്ചു തരാം, ബ്ലാക്കിനെ ഇനി കാണിച്ചു തരാം. അപ്പം അമ്മ അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബ്ലാക്കിയെ കാണിച്ചു തരാം. ബ്ലാക്കി ഇവിടെ എവിടെയെങ്കിലും കാണും. ഇതാണ് ഞങ്ങളുടെ ജോക്കി ഇപ്പം പോവാറായി, ആകെ ക്ഷീണിച്ചു. ഓക്കെ ബ്ലാക്കി ഗായ്സ്, ഞാൻ കാണിച്ചു തരാം ബ്ലാക്കിനെ കേട്ടോ. ബ്ലാക്കി വാ, ഇറങ്ങി വാ. ആള് ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ, ഫുഡ് കഴിച്ചിട്ട്. ഇനി ഈ ഏരിയ കുറച്ച് വൃത്തിയാക്കാറുണ്ട്, കുറച്ച് ഭാഗം. അപ്പം ഞാൻ വിചാരിച്ച് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഓണം വരുമല്ലേ, അപ്പോൾ ഈ ഒരു സൈഡിൽ കുറച്ച് ഭാഗം വൃത്തിയാക്കിയേ പറ്റും. മൊത്തവും പോച്ച കയറി കിടക്കുക. അമ്മ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ എനിക്ക് കേൾക്കും. അതുകൊണ്ട് ഇനി എൻ്റെ ഊരാണ്. അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഇതാണ് നമ്മുടെ വഴി കേട്ടോ. ഇങ്ങനെയാണ് വഴി. ആ വഴിയുടെ ഞാൻ പറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് നമ്മളിപ്പോൾ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിനകം സെറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ വീടിൻ്റെ ഏരിയ ആണ് കേട്ടോ. അവർക്ക് ചെത്തി പറയണമെന്ന് ആഗ്രഹം, ഞാനങ്ങ് കൊടുത്തു. നല്ലപോലെ ചെത്തട്ടെ, മണ്ണ് മൊത്തത്തിൽ കളച്ചെടുക്കുക കേട്ടോ. മതിയായി കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ കായലാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ. ഇങ്ങനെ നമ്മുടെ ഒരു ബട്ടർഫ്ലൈ കിട്ടി, അതുകൊണ്ട് ഓടുകയുള്ളൂ. പോയി ചെത്താൻ ചോദിച്ചതാ, പെട്ടുപോയി ഗൈസ്. ആദ്യമായിട്ടാണ് ചെത്തുന്നത് തന്നെ ഗൈസ്. ഞാൻ എൻ്റെ കായൽ കാണിച്ചു തരാം കേട്ടോ. അവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ടെന്നും കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര കാടാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സൂക്ഷിച്ച് പോകണം.
ഗൈസ് ഞാൻ കയറ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നല്ല കാടുണ്ട്, ചെറിയൊരു പേര് പോകാൻ, അതുകൊണ്ട് റിവേഴ്സ് ഗിയർ എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അപ്പുറത്തെ വഴി കൂടെ കറങ്ങി കായൽ കാണാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ട് ഹലോ കാണിച്ചു തരാം ഞാൻ. പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഏത് സൈഡിൽ നോക്കിയാലും കായൽ കാണാം കേട്ടോ. പക്ഷെ ബാക്കിൽ നോക്കിയാലും കായൽ കാണത്തില്ല. പിന്നെ കാട് കയറി കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇതാണ്ട് ഇത് അനീഷാണ് ഇത്. അതോ എന്ത് കയ്യിലെന്താ വണ്ടിയാണ് ഇത്? ഒരു വണ്ടി അവൻ്റെതും മറ്റേ വണ്ടി അവൻ്റെ ചേട്ടൻ്റെതുമാണ് കേട്ടോ. അതിന് വേണ്ടി അടിയുണ്ടാക്കിയിരിക്കുകയാണ്. കാര്യം എനിക്കന്നില്ലേ ഞാൻ വന്നേ കാണിച്ചു തരാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അതിത്തോളം കാണാം. ബാക്കി ഞാൻ അവിടെ പോയി കാണിച്ചു തരാം. കുറച്ച് കറങ്ങണമെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ കോഴിയെ തുറന്നു വിട്ടേ, ഞാനല്ലേ തുറന്ന, അമ്മയാണ് കേട്ടോ തുറന്ന്. കാണിച്ചു തരാം. കണ്ടോ എല്ലാവരും ഉണ്ട്, പക്ഷെ പൂവൻകോഴിയും മാത്രം അവർ രണ്ടുപേരെയും കൂട്ടിൻ്റെ അകത്ത് അടച്ചിട്ടൊക്കെയാണ്. ഭയങ്കര കളിയ, അതുകൊണ്ട് അടച്ചിട്ടൊക്കെയാണ്. കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കായൽ. ഇതാ കാണാൻ പറ്റുമോ? കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ കായൽ, വിശാലമായ കായൽ. പക്ഷെ ഇവിടെ ഫുള്ളും കാടാണ് കേട്ടോ. കാടായതുകൊണ്ടാണ് അങ്ങനെ പൊതുവേ ഇറങ്ങാത്തത്. നമുക്ക് താഴെ ഒരു വഴിയുണ്ട്, ആ വഴി കൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. ഒരു ദിവസം പോകുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഗൈസ് ദാണ്ട് ഈ റോസൊക്കെ ഞങ്ങൾക്ക് അവിടോട്ട് പറക്കി വെക്കാനുള്ളതാണ് കേട്ടോ.